അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കന്റോൺമെന്റ് ACPക്കാണ് അന്വേഷണ ചുമതല. സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷിജോ, സഹകരണ സംഘത്തിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവന്നത്. അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടാകും. പ്രത്യേക സംഘത്തെ കൂടെ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും പ്രത്യേക സംഘത്തിൽ? എന്നാലും വളരെ ഗൗരവകരമായി തന്നെ അന്വേഷണം പുരോഗമിക്കാനിരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നു, അല്ലേ? ജിൽസി, പോലീസ് ഈ ആത്മഹത്യനെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ACPയുടെ നേതൃത്വത്തിൽ ഈ ആത്മഹത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ പോലീസ് DCP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കന്റോൺമെന്റ് ACP സ്റ്റുവർട്ട് കീലറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരിക്കും BJP കൌൺസിലർ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുക. നമുക്കറിയാം, പ്രത്യേകിച്ച് ഇതൊരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കുറെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. അതേ തുടർന്ന് ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ മാത്രമല്ല BJP കൌൺസിലർ അനിലിന്റെ ആത്മഹത്യയെ പോലീസ് കാണുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് ആത്മഹത്യ ചെയ്ത അനില്. അപ്പോൾ അനിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രത്യാരോപണങ്ങളുമായിട്ട് BJPയും CPMും ഇതിനോടൊപ്പം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അനിലിന്റെ ആത്മഹത്യയിൽ BJP പറയുന്നത് CPMും പോലീസുമാണ് കുറ്റക്കാർ. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പോലീസിന്റെ മാനസികമായിട്ടുള്ള പീഡനം, CPMന്റെ ആരോപണങ്ങൾ, അതേ തുടർന്നാണ് അനിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അതേസമയം ഇന്നലെ മീഡിയ വൺ പുറത്തുവിട്ട അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിന് അവരും പൂർണ്ണ വിവരങ്ങളിൽ ഒരു തരത്തിലും അനില് CPMനെതിരെയോ പോലീസിനെതിരെയോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക സംഘത്തെ DCP ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ACP സ്റ്റുവർട്ട് കീലറിന്റെ നേതൃത്വത്തിൽ ഒരു ടീമായിരിക്കും അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകൾ ആർക്കൊക്കെ കൊടുത്തു, നമ്മുടെ ആളുകൾക്ക് കൊടുത്തു എന്നുള്ള കാര്യമാണ് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അടക്കം പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ ആരൊക്കെയാണ് അവിടുന്ന് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൈപ്പറ്റിയത്, അവരെ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. പണമിടപാട് നടത്തിയ ആളുകൾ ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ അനിലിന്റെ ഫോൺ കോളുകൾ, അനില് അവസാനമായി സംസാരിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ് എന്നുള്ള കാര്യം ഇന്നലെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V. ജോയി MLA പറഞ്ഞിരുന്നു. അപ്പോൾ അനിലിന്റെ അവസാനത്തെ ഫോൺ കോൾ, മറ്റ് ഫോൺ രേഖകൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. അതിനുവേണ്ടിയാണ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചുകൊണ്ട് ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് DCPക്ക് നൽകും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ശരി, ഇത് വലിയൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കൂടി പോയ പശ്ചാത്തലത്തിലാണ് കുറെ കൂടി ഗൗരവതരത്തിലും അന്വേഷണത്തിലേക്ക് പോകുന്നത്. പ്രത്യേക സംഘത്തൊക്കെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം ആ ഒരു രീതിയിൽ ഗൗരവതരമായ രീതിയിൽ തന്നെ നടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷിജോ കുര്യൻ നൽകിയത്.